Hi, hello, good evening everyone. Welcome to yet another speaking live session from ജിനൂസ് അക്കാഡമി. ശ്രീലക്ഷ്മിയാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ സ്പീക്കിംഗ് സെഷനിലേക്ക് നമുക്ക് പോകാം. അതിനു മുന്നേ ഞാൻ ഇന്നലെ മെൻഷൻ ചെയ്തിരുന്നു, കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് മെൻഷൻ ചെയ്തിരുന്നു, നമ്മളുടെ ഈ ഒരു ലൈവ് സെഷൻ എന്ന് പറയുന്നത് ഇനി ക്ലാസ്സസിലേക്ക് മാറാൻ പോവുകയാണ്. December 4th നമ്മളുടെ പുതിയ സെഷൻ അല്ലെങ്കിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് ആയതുകൊണ്ട് തന്നെ ഓഫർ പ്രൈസോട് കൂടിയാണ് ഇടുന്നത്. അപ്പോൾ നമ്മളുടെ ക്ലാസ്സൊക്കെ കണ്ടിട്ട് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് എൻക്വയറി നടത്തുക. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, 2 ദിവസം കൊണ്ട് നമ്മുടെ അഡ്മിഷൻ ഇനി ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ അതിനു മുന്നേ എല്ലാവരും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എല്ലാവരും ഞങ്ങളുടെ ഓഫീസുമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്പീക്കിംഗ്, പ്രത്യേകിച്ച് സ്പീക്കിങ്ങിനൊക്കെ നമുക്ക് ക്ലാസ് വേണം അല്ലേ. നമ്മൾ റീഡിങ് ലിസണിങ് ഒക്കെ ആണെങ്കിൽ നമ്മൾ തനിയെ ചെയ്തു പോകും. എന്നാൽ സ്പീക്കിംഗ് റൈറ്റിംഗ് അത് ക്ലാസ് വേണമെന്ന് പറയുന്നത് നമ്മളെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലിസണിങ് റീഡിംഗ് ഒക്കെ നമുക്ക് തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയും അല്ലേ. എന്നാൽ റൈറ്റിംഗ് സ്പീക്കിംഗ് ഒക്കെ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട പല പല കാര്യങ്ങളുണ്ട് അല്ലേ. നല്ല രീതിയിൽ കറക്ഷൻ വേണം, ഇമ്പ്രൂവ്മെൻറ്റ് വേണം. അപ്പോൾ അതൊക്കെ ഒരു അസിസ്റ്റൻ്റ് നമുക്ക് വേണം അല്ലേ, ഒരു ട്യൂട്ടർ വേണം. അപ്പോൾ നിങ്ങൾക്ക് സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് സ്പീക്കിംഗ് നോക്കുന്നത് പാർട്ട് 1 ആണ് അല്ലേ. പാർട്ട് 1 നോക്കുന്നത് നമ്മളുടെ സാമ്പിൾ ആൻസർ, കുട്ടികൾ പറയുന്ന ആൻസേഴ്സ് തന്നിട്ട് അതിലെ കറക്ഷൻസ് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത് അല്ലേ. നമുക്കൊരു ഇൻട്രാക്റ്റീവ് സെഷനായിട്ട് ഇവിടെ പോകാൻ കഴിയത്തില്ല, ലൈവ് സെഷൻ ആയതുകൊണ്ട് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള ഏതെങ്കിലും കുട്ടികൾ പറയുന്നതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് അതിലെ കറക്ഷൻസ് പറഞ്ഞാൽ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് സ്റ്റേറ്റസ് ആണ്, കറണ്ട് ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് വേണ്ടിയിട്ട് കുറച്ച് റെക്കോർഡിങ്സ് ഒക്കെ കേട്ട് അല്ലേ, ഇതിൻ്റെ കറക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മളുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഇനി അതുപോലെ നമ്മളെ പാർട്ട് 1 പോവാണ്. അപ്പോൾ പാർട്ട് 1 നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പാർട്ട് 2 പോവാം കേട്ടോ. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ വാട്ട് വേസ് ഡു യു തിങ്ക് ടീച്ചേഴ്സ് ആൻഡ് പാരൻസ് ആർ ഡിഫറെൻറ്റ് വെൻ ടീച്ചിങ് യങ് പീപ്പിൾ? അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതൊക്കെ രീതിയിലാണ് നമ്മളുടെ പാരൻസും അതുപോലെ തന്നെ നമ്മളുടെ ടീച്ചേഴ്സും അല്ലേ വ്യത്യാസപ്പെടുന്നത് യങ് പീപ്പിളിനെ അല്ലേ. യങ് പീപ്പിൾ എന്ന് വെച്ചാൽ ടീനേജേഴ്സ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സോ അവരെ പഠിപ്പിക്കുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് ആ ഒരു ഡിഫറൻസ് വരുന്നത്. സോ ഇത് പാർട്ട് 1 ആണ് അല്ലേ. പാർട്ട് 1 ആണ്. ചില കേസസിൽ ഇത് പാർട്ട് 3 ക്വസ്റ്റ്യൻ ആയിട്ടും വരാറുണ്ട്. ഓക്കെ, സോ അവിടെ പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ആ ഒരു ടീച്ചിങ് രീതി നമ്മൾ പറയണം അല്ലേ. ഒരാളുടെ മാത്രമായിട്ട് പറയാൻ പറ്റത്തില്ല. ടീച്ചേഴ്സ് ആണോ പാരൻസ് ആണോ നല്ലത് അങ്ങനെയല്ല ചോദിച്ചിരിക്കുന്നത്. രണ്ടുപേരും ഡിഫറൻസ് എന്താണ്, യങ് ചിൽഡ്രനെ പഠിപ്പിക്കുമ്പോൾ രണ്ടുപേർക്കും ഉണ്ടാകുന്ന ഡിഫറൻസ് എന്താണ്. അപ്പോൾ ആദ്യം നമ്മൾ ഒന്നുകിൽ ടീച്ചറിൻ്റെ പറഞ്ഞു തുടങ്ങാം അല്ലേ. ടീച്ചറിൻ്റെ പറഞ്ഞിട്ട് ടീച്ചേഴ്സ് എങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുക, പാരൻസ് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ടീച്ചേഴ്സ് എന്താണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതെന്നും പാരൻസ് എന്താണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതെന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്യണം. അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, നോളജ് ആയിരിക്കും അല്ലേ. അതായത് ഇൻഫർമേഷൻ, അറിവുകളാണ് പകർന്നു കൊടുക്കുന്നത്. ഇനി പാരൻസ് എന്താണ്, അറിവുകൾ എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസസ് വഴിയൊക്കെയാണ് അറിവുകൾ പകർന്നു കൊടുക്കുന്നത്. അതുപോലെ ക്യാരക്ടർ ഫോർമേഷൻ അല്ലേ, എങ്ങനെ ബിഹേവ് ചെയ്യണം, ഇതൊക്കെയാണ് കൂടുതൽ പാരൻസ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ടീച്ചേഴ്സ് എന്ന് പറയുന്നത് നോളജും. സോ ഇതാണ് അവിടുത്തെ ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ പാരൻസിൻ്റെയോ ടീച്ചേഴ്സിൻ്റെയോ അടുത്ത് ചെന്നാൽ അതിനുള്ള ഉത്തരം അവർക്ക് കിട്ടില്ല, അതിനുള്ള ഒരു സൊല്യൂഷൻ അവർക്ക് കിട്ടും. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ആൻസർ പറയേണ്ടത്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമുക്ക് പറയാൻ കഴിയുന്ന ആൻസർ എന്താണെന്ന് വെച്ചാൽ, ഐ തിങ്ക് ദ റോൾ ഓഫ് ടീച്ചേഴ്സ് ഈസ് ടു ഇംപാർട്ട് നോളജ് ആൻഡ് ഇൻസ്പയർ സ്റ്റുഡൻസ് ടു ലേൺ. പാരൻസ് ഓൺ ദ അതർ ഹാൻഡ് നീഡ് ടു ടീച്ച് ചിൽഡ്രൻ ഹൗ ടു ബിഹേവ് പ്രോപ്പർലി ആൻഡ് സെറ്റ് ആൻ എക്സാമ്പിൾ ഫോർ ദം ടു ഫോളോ. ഇതാണ് ആ ഒരു ഡിഫറൻസ് അല്ലേ. ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. രണ്ടുപേരും ഡിഫറെൻ്റ് ആകുന്നത് എങ്ങനെയാണ്. അപ്പോൾ
ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള സെൻറ്റൻസുകൾ പാർട്ട് 1-ൽ വേണ്ട. സോ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അല്ലേ. ഒരുപാട് ലെങ്തി അല്ല, എന്നാൽ ആൻസർ അതിൽ വരുന്നുണ്ട് അല്ലേ. സോ അവിടുത്തെ ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾ കേട്ടല്ലോ. ടീച്ചേഴ്സ് ആണെങ്കിൽ നോളജ് മാത്രമാണ് പറയുന്നത് അല്ലേ. ടീച്ചേഴ്സ് ആണെങ്കിൽ അവിടെ നോളജ് മാത്രമാണ് പറയുന്നത്. എന്നാൽ പാരൻസ് എന്ന് വെച്ചാൽ ക്യാരക്ടർ ഫോർമേഷൻ അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എങ്ങനെയാണ് നമ്മൾ പോയിരുന്നത്, ഇതിൻ്റെ പല കുട്ടികളുടെ ആൻസർ. There are many ways, we can differentiate. There are many ways, we can differentiate teachers and parents are different when teaching. Yes, there was a difference between it. ഓക്കെ, ടെക്നിക്കൽ പ്രോബ്ലം ആണ്. Parents teaching young people. Obviously, there are a number of clear differences. However, I suppose the teacher must focus on how students work on their assignments and, in fact, teaching the lessons. Whereas, in contrast, parents are responsible for things that they know they must give in the home, such as greetings or how to communicate with others. And as well as this, another possible distinction might be that ഞാൻ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് അല്ലേ. അതായത് സ്റ്റുഡൻസിനെ ക്ലാസ്സിൽ ലെസൺസ് ഒക്കെ ഇങ്ങനെ ഫോക്കസ് ചെയ്യും അല്ലേ. അതായത് നോളജ്. അതുപോലെ നമ്മളുടെ പാരൻസ് ആണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലേ, ബിഹേവ് ചെയ്യുന്ന കാര്യമാണ് പഠിപ്പിക്കുന്നത്. സോ ഞാൻ പറഞ്ഞ ഉത്തരമാണ് ആൾ ഉദ്ദേശിച്ചത്. പക്ഷെ പറഞ്ഞ എന്താണ് കുറേ ഇടയ്ക്ക് സ്റ്റക്കായിപ്പോയി അല്ലേ, ഒരുപാട് സ്ലോയിലാണ് പറഞ്ഞത്. സോ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ട്. നമ്മൾ പറയുന്ന കാര്യം എന്താണെങ്കിലും നമ്മൾ കോൺഫിഡൻറ്റോട് കൂടി പറയുക അല്ലേ. നമ്മളുടെ സംസാരത്തിൽ ആ ഒരു കോൺഫിഡൻസ് വേണം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് അല്ലേ. പക്ഷേ ആക്റ്റീവായിട്ട് പറയാം. ഐ തിങ്ക് ദ റോൾ ഓഫ് ടീച്ചേഴ്സ് ഈസ് ടു ഇമ്പാർട്ട് നോളജ് ആൻഡ് ഇൻസ്പയർ സ്റ്റുഡൻസ് ടു ലേൺ. പാരൻസ് ഓൺ ദ അതർ ഹാൻഡ് നീഡ് ടു ടീച്ച് ചിൽഡ്രൻ ഹൗ ടു ബിഹേവ് പ്രോപ്പർലി ആൻഡ് സെറ്റ് ആൻ എക്സാമ്പിൾ ഫോർ ദം ടു ഫോളോ. ഇങ്ങനെ വൈബ്രൻ്റ് ആയിട്ട് പറയുക, കുറച്ച് എനർജറ്റിക് ആയിട്ട് പറയുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനും അത്യാവശ്യം വെൽ ദാറ്റ് ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ എന്നൊക്കെ നമുക്ക് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡു യു പ്രിഫർ എ ലോങ് ഹോളിഡേ ഓർ സെവറൽ ഷോർട്ട് വൺസ്? അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണ്? ലോങ് ഹോളിഡേ ആണോ പ്രിഫർ ചെയ്യുന്നത്, ഓർ ഷോർട്ട് വൺസ് എന്നല്ല പറയുന്നത്, അതിലാണ് അവിടെ വ്യത്യാസം വരുന്നത്, ഓർ സെവറൽ ഷോർട്ട് ഹോളിഡേയ്സ്. അതായത് ഒരു വലിയ ഹോളിഡേ വേണോ അതോ ഒരുപാട് ഷോർട്ടായിട്ടുള്ള ഹോളിഡേയ്സ് വേണമോ? അപ്പോൾ ഇവിടെ നമ്മളുടെ അടുത്ത് ചോദിക്കുന്നത് ഡു യു പ്രിഫർ എന്നാണ് അല്ലേ. സോ അക്കോർഡിംഗ് ടു മീ അല്ലേ, നമ്മളുടെ ആ ഒരു പ്രിഫറൻസ് എന്താണ്? അപ്പോൾ ആ ഒരു കേസിൽ പലരും ഇങ്ങനെയാണ് പ്രിഫർ ചെയ്യുന്നത് എന്ന് നമ്മൾ പറയാതെ നമ്മളുടെ ഒപ്പീനിയനാണ് അവിടെ പറയേണ്ടത്. ഇപ്പോൾ ലോങ് ഹോളിഡേ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മൾ ഒരുപാട് ടയേർഡ് ആകും അല്ലേ, അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഷോർട്ട് വൺ ആണെങ്കിൽ
നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ബ്രേക്ക് എടുക്കാം അല്ലേ. ബ്രേക്ക് എടുക്കുന്നത് കൊണ്ട് ഒരുപാട് അങ്ങ് ടയേർഡായി പോകത്തില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. വലിയ ഹോളിഡേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ തിരിച്ച് നമുക്ക് വർക്ക് റെസ്യൂം ചെയ്യുമ്പോൾ അല്ലെ, നമ്മൾ ജോബ് റെസ്യൂം ചെയ്യുമ്പോൾ, അതായത് തിരിച്ച് ജോബിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഹാങ് ഓവർ വിട്ട് മാറത്തില്ല അല്ലേ. എന്നാൽ ഷോർട്ട് വൺ ആണെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയാം. പിന്നെ ഷോർട്ട് ഹോളിഡേയ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ദൂരം പോകാൻ പറ്റത്തില്ല. നമ്മുടെ വീടിൻ്റെയൊക്കെ ഇച്ചിരി അടുത്തുള്ള സ്ഥലത്തൊക്കെ ആയിരിക്കും പോകാൻ കഴിയുന്നത്. അപ്പോൾ തിരിച്ചും നമുക്ക് പറയാം. അപ്പോൾ ലോങ് ഹോളിഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദൂര സ്ഥലങ്ങളൊക്കെ, അബ്രോഡ് പ്ലേസസ് ഒക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് അല്ലേ. അപ്പോൾ ഇതിൽ ഏത് ആൻസർ പറയണം എന്നുള്ളത് ആദ്യം നമ്മൾ ചൂസ് ചെയ്യുക. ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിൽ രണ്ട് വശമുണ്ട് അല്ലേ. അതിലേതെങ്കിലും ഒരു ഒപ്പീനിയൻ ആയിരിക്കും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യണം, പറയണം എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്തിട്ട് അതിനനുസരിച്ച് പറയുക. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡു യു പ്രിഫർ എ ലോങ് ഹോളിഡേ ഓർ സെവറൽ ഷോർട്ട് വൺസ്? അപ്പോൾ ഡു യു പ്രിഫർ എന്ന് ചോദിക്കുമ്പോൾ ഐ പ്രിഫർ ലോങ് ഹോളിഡേ റാദർ ദാൻ സെവറൽ ഷോർട്ട് വൺസ് എന്ന് പറയാം. അല്ലെങ്കിൽ ഐ പ്രിഫർ സെവറൽ ഷോർട്ട് ഹോളിഡേയ്സ് റാദർ ദാൻ എ ലോങ് ഹോളിഡേ ബിക്കോസ് വി ക്യാൻ ജസ്റ്റ് സിറ്റ് ആൻഡ് റിലാക്സ് ഇൻ ഷോർട്ട് ഹോളിഡേയ്സ് എന്ന് പറയാം അല്ലേ. ഏതെങ്കിലും ഒന്നോ രണ്ടോ റീസൺസ് അവിടെ പറഞ്ഞിട്ട് നമ്മളതിനെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ എന്താണ്, ഇൻ ഷോർട്ട് ഹോളിഡേയ്സ് വി ക്യാൻ ക്വിക്ക്ലി റിലാക്സ് ആൻഡ് റീചാർജ് എന്ന് പറയാം. വൈൽ ഓൺ അതർ ഇറ്റ് അലോ അസ് ടു എക്സ്പ്ലോർ മോർ ലൊക്കേഷൻസ്. അപ്പോൾ രണ്ടും ഒരുപോലെയാണെന്ന് പറയാം. കൂടുതൽ ലൊക്കേഷൻസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഷോർട്ട് വൺസ് ആണെങ്കിൽ റിലാക്സ് ചെയ്യാൻ കഴിയും അല്ലേ, ബ്രേക്ക് എടുക്കാൻ കഴിയും, റീഫ്രഷ് ചെയ്യാൻ കഴിയും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഷോർട്ട് വണ്ണിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ആർ ദ മോസ്റ്റ് ക്രൗഡഡ് പ്ലേസസ് ഇൻ യുവർ ഹോം ടൗൺ? അപ്പോൾ ഒന്നെങ്കിൽ ഹോം ടൗൺ പറയാമെന്ന് പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ അപ്പോൾ ഏതെങ്കിലും ഒരു നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ക്രൗഡഡ് പ്ലേസ് പറഞ്ഞാൽ മതി. അത് നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് ആ ഒരു ലൊക്കേഷൻ. കൂടുതലായിട്ടും ക്രൗഡഡ് പ്ലേസ് എന്ന് പറയുന്നത് എന്താണ്, മാർക്കറ്റ്സ് ആണ് അല്ലേ. മാർക്കറ്റിലൊക്കെയാണ് കൂടുതൽ ക്രൗഡഡ് ആയിട്ട് വരുന്നത്. പിന്നെ അതായത് സ്ട്രീറ്റ് എന്നൊക്കെ പറയാൻ കഴിയും. അപ്പോൾ സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഈറ്റിങ്ങിനും ഷോപ്പിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ മാർക്കറ്റ് പറയാൻ കഴിയും അല്ലേ, മാർക്കറ്റ്സ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള എവിടെയാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ കഴിയുന്ന ആൻസർ എന്താണ്, ഓൾമോസ്റ്റ് എവരിവെയർ ഇൻ മൈ സിറ്റി ഇസ് ക്രൗഡഡ് എന്ന് പറയാം, എല്ലായിടത്തും. ഹൗഎവർ ഐ വുഡ് സേ എസ്പെഷ്യലി ദ സ്ട്രീറ്റ്സ്. സിറ്റീസിലാണെങ്കിലും എസ്പെഷ്യലി സ്ട്രീറ്റിലാണ്. ഫോർ വൺ, പീപ്പിൾ റിയലി ലൈക്ക് സ്പെൻഡിങ് ടൈം ഈറ്റിംഗ് ആൻഡ് ഹാങ്ങിങ് ഔട്ട് ഓൺ ദ സ്ട്രീറ്റ്സ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും അല്ലേ, ഫുഡ് കഴിക്കാനും ഒക്കെ സ്പെൻഡ് ചെയ്യുന്നത് അവിടെയാണ്. സോ അതുകൊണ്ട് അവിടെ വളരെ ബിസിയാണ്, അല്ലെങ്കിൽ ക്രൗഡഡ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം എക്സ്പ്ലെയിൻ ചെയ്ത് ആൻസർ പറയാൻ കഴിയുന്ന ഒരു സംഭവമാണ് അല്ലേ. അതായത് നമുക്ക് സിറ്റി ആണോ ഇഷ്ടം അതോ കൺട്രി സൈഡ് ആണോ ഇഷ്ടം അല്ലേ. അപ്പോൾ നമുക്ക് സിറ്റി ആണ് ഇഷ്ടം എന്ന് പറയുന്നവരുണ്ട്. അതായത് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് സിറ്റീസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. എന്നാൽ കൺട്രി സൈഡ് എന്ന് പറയുമ്പോൾ കാം ആൻഡ് ക്വൈറ്റ് ആണ്, ഒരുപാട് പൊല്യൂഷനൊന്നും ഇല്ലാതെ നമുക്ക് റിലാക്സ് ചെയ്ത് ജീവിക്കാൻ കഴിയുന്നൊരു പ്ലേസ് ആണ്. അപ്പോൾ നമുക്ക് രണ്ട് ആൻസറും പറയാം അല്ലേ, രണ്ടും പറയാം. രണ്ടും ഒരുപോലെ എന്താണ്, എന്നെ സംബന്ധിച്ച് രണ്ടും ഒരുപോലെയാണ് എന്നുള്ളത് നമുക്കവിടെ പറയാൻ കഴിയും. സോ ഐ പ്രിഫർ സിറ്റി ദാൻ കൺട്രി സൈഡ് എന്ന് പറയാം. ബിക്കോസ് ഇറ്റ് എന്താണ്, പ്രൊവൈഡ് ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് ഓൾ ദ നെസസറി ഫെസിലിറ്റീസ് ആർ ലൊക്കേറ്റഡ് വിത്തിൻ മൈ പ്രൊമൈസസ് എന്ന് പറയാം. എൻ്റെ ആ ഒരു ലിവിങ് പ്രൊമൈസസിൻ്റെ തൊട്ടടുത്താണ് എല്ലാം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ, അമ്യൂണിറ്റീസ് അല്ലെങ്കിൽ ഫെസിലിറ്റീസ്. ഇനി അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ പ്രിഫർ കൺട്രി സൈഡ് അല്ലേ, ബിക്കോസ് ഇറ്റ് പ്രൊവൈഡ്സ് എ ബെറ്റർ റിലാക്സേഷൻ ഫോർ മൈ മൈൻഡ് ആൻഡ് ദ പ്ലേസസ് ആർ കാം ആൻഡ് ക്വൈറ്റ് ആൻഡ് പൊല്യൂഷൻ ഫ്രീ എന്ന് പറയാം, അല്ലെങ്കിൽ ഫ്രീ ഫ്രം പൊല്യൂഷൻ.
അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് നമുക്കതിൻ്റെ ആൻസർ പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡു യു യൂഷ്വലി റീഡ് ഫോർ ലെഷർ ഓർ ഫോർ വർക്ക് പർപ്പസസ്? റീഡ് ചെയ്യുന്ന ലെഷറിന് വേണ്ടിയിട്ടാണോ വർക്ക് പർപ്പസസിന് വേണ്ടിയിട്ടാണോ? സോ നമുക്ക് വേണമെങ്കിൽ പറയാം, ഐ എം നോട്ട് എ കൈൻഡ് ഓഫ് പേഴ്സൺ ഹൂസ് എ ബുക്ക് വോം. I always read for my work purposes, especially for my exam, അല്ലെങ്കിൽ especially for എന്താണ് ലേണിംഗ് മൈ എന്താണ് വർക്ക് എന്ന് പറയാം. സോ എൻ്റെ വർക്കിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ബുക്ക് വേം അല്ല. ഓക്കെ, ബുക്ക് വേം അല്ല. അപ്പോൾ എന്തെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ അത് വർക്ക് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സാമ്പിൾ ആൻസേഴ്സ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ടെക്നിക്കൽ പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡു യു തിങ്ക് യു ആർ മോർ പേഷ്യൻറ്റ് നൗ ദാൻ വെൻ യു ആർ യങ്ങർ? ഓക്കെ, ആൻസർ വന്നിട്ട്. ഡു യു യൂഷ്വലി റീഡ് ഫോർ ലെഷർ ഓർ ഫോർ വർക്ക് പർപ്പസസ്? Okay, talking about reading habit purpose. So basically, most of I read for both. In my leisure time, I like to. ഓക്കെ, ഇനി ഇവിടെ ഞാൻ കേൾപ്പിച്ചുള്ള ഒരു കാര്യം പറയാം. ചില കേസസിൽ നമ്മളുടെ വോയിസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അല്ലേ, ലോ ആയിരിക്കും, ലോ വോയിസ് ആയിരിക്കും. അത് ശ്രദ്ധിക്കുക. നമ്മൾ പറയുന്നത് എന്താണെങ്കിലും അത് ഒരു എക്സാമിനറിന് അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലിരിക്കുന്ന ആളിന് അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്ന ആളിന് ക്ലിയർ ആയിട്ടും ക്ലാരിറ്റിയോട് കൂടിയും കേൾക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം പറയാനായിട്ട്. സോ ഒരുപാട് സ്പീഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഒരുപാട് സ്പീഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്ലാരിറ്റിയുടെ പ്രശ്നം വരും. ഒരുപാട് സ്ലോയിൽ പറഞ്ഞാൽ അത് എന്താണ് ലാഗ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആക്റ്റീവായിട്ടും എന്നാൽ മീഡിയം സ്പീഡിലും പറഞ്ഞു പോവുക. സോ ഇങ്ങനെ ഈ ഒരു സ്പീഡിൽ പറയാം. ഐ എം നോട്ട് എ കൈൻഡ് ഓഫ് പേഴ്സൺ ഹു ഓൾവേസ് റീഡ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മെറ്റീരിയൽസ്. ഓക്കെ, ബട്ട് സംടൈംസ് ഇറ്റ് ഹാപ്പൻസ് ബിക്കോസ് ഓഫ് വർക്ക് പർപ്പസസ് അല്ലേ. വർക്ക് പർപ്പസസിന് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ വർക്ക് പർപ്പസിന് വേണ്ടിയിട്ടാണ് റീഡ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. Okay, sometimes I find it quite difficult to proceed my work, so I seek the assistance of some materials to read and to learn that kind of the particular time I read work എന്ന് for പറയാൻ കഴിയും. leisure, so there is no correlations between work. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ട്, അതുകൊണ്ട് ഈ റെക്കോർഡിംഗ് കേൾപ്പിക്കാൻ പറ്റുന്നില്ല. സോ നമുക്ക് ആൻസേഴ്സ് മാത്രമായിട്ട് പറഞ്ഞു പോവാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ഹൗ ഓഫൺ ഡു യു ഹാവ് എ ഡ്രിങ്ക് ഓഫ് വാട്ടർ? എത്ര സമയം കൂടുമ്പോഴാണ് വെള്ളം കുടിക്കുന്നത്? സോ ഇതൊക്കെ നമുക്ക് പറയാൻ കഴിയും അല്ലേ. ഞാൻ അങ്ങനെ ഐ ഹാർഡ്ലി ഡ്രിങ്ക് വാട്ടർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഐ ഡ്രിങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ ഇൻ എ ഡേ എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എന്താണ് എമൗണ്ട് അല്ലേ, പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി നമുക്കവിടെ പറയാൻ കഴിയും. സോ ഇവിടെ എടുത്തു പറയുന്നുണ്ട് ഹാവ് എ ഡ്രിങ്ക് എന്നല്ല പറയുന്നത് അല്ലേ, ഓഫ് വാട്ടർ എന്നവിടെ പറയുന്നുണ്ട്. സോ വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മളുടെ പച്ചവെള്ളം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ മറ്റേ എന്താണ് വാട്ടർ ഇതിൽ വരുന്നില്ല കേട്ടോ, പച്ചവെള്ളം കുടിക്കുന്നത് എന്നുള്ളതാണ്. സോ ഹൗ ഓഫൺ എന്ന് പറയുമ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ അങ്ങനെ ഒരു ആൻസർ ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ കഴിയത്തില്ല അല്ലേ. ഡെയിലി വെള്ളം കുടിക്കും. സോ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് നമുക്ക് സ്റ്റേയിങ് ഹൈഡ്രേറ്റഡ് എന്ന് പറയാം. അതായത് വെള്ളം കുടിക്കുന്നു എന്നതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് ബീയിങ് ഹൈഡ്രേറ്റഡ് അല്ലെങ്കിൽ സ്റ്റേ ഹൈഡ്രേറ്റഡ് എന്നൊക്കെ
നമുക്ക് ആ ഒരു എന്താണ് വൊക്കാബുലറി യൂസ് ചെയ്യാൻ കഴിയും. ഹൈഡ്രേഷൻ, അതായത് വെള്ളം നമ്മുടെ ബോഡിയിൽ ചെല്ലുക എന്നുള്ള മീനിങ് ആണ്. സോ വെള്ളം കുടിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ നമുക്ക് പറയാൻ കഴിയും വെൽ എവറി ഡേ ഓഫ് കോഴ്സ് എന്ന് പറയാം അല്ലേ. സ്റ്റേയിങ് ഹൈഡ്രേറ്റഡ് ആസ് എ പ്രയോറിറ്റി ഫോർ മീ സിൻസ് ഐ ഈസിലി ഗെറ്റ് എ ഹെഡേക്ക് ഇഫ് ഐ ഡോണ്ട്, നോട്ട് ടു മെൻഷൻ മൈ വെയിറ്റ് ലോസ് ഗോൾസ്. ഇല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് തലവേദന വരും അല്ലേ. ഇനി വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടല്ല എന്നും പറയുന്നുണ്ട്. പിന്നെ ഓൾസോ ഐ തിങ്ക് ഇറ്റ് ഈസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് തിങ് ദാറ്റ് വി ക്യാൻ ഡു എവറി ഡേ ടു കീപ് അവർ ബോഡി ഹെൽത്തി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മളുടെ ബോഡീനെ ഹെൽത്തി ആക്കി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയും പറയാം. അപ്പോൾ നമുക്ക് ആദ്യം ഹൗ ഓഫൺ എന്ന് ചോദിക്കുന്നത് കണ്ട് എത്ര നാൾ കൂടുമ്പോൾ എന്നുള്ളൊരു ഉത്തരം അവിടെ പറയണം അല്ലേ. സോ എവറി ഡേ അല്ലെങ്കിൽ സ്റ്റേ ഹൈഡ്രേറ്റഡ് എവറി ഡേ ബിക്കോസ് ഇറ്റ് കീപ്സ് മീ ഫിസിക്കലി ഫിറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്റ് കീപ്സ് മീ എനർജി ടു ഡു ഓൾ ഓഫ് മൈ ആക്ടിവിറ്റീസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് വെരി ഗുഡ് ഫോർ മൈ ഹെൽത്ത് എന്നും പറയാം. ഇനി നമുക്ക് വേണമെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റിയും പറയാം കേട്ടോ. എവറി ഡേ എന്ന് പറഞ്ഞിട്ട് 2 liters ഓഫ് വാട്ടർ, അല്ലെങ്കിൽ ഹാർഡ്ലി 1 liter. എവറി ഡേ എന്ന് പറയുമ്പോൾ എന്നും കുടിക്കുന്നുണ്ട്, ചിലപ്പോൾ ഒരു ചെറിയൊരു ഗ്ലാസ്സിലായിരിക്കും കുടിക്കുന്നത് അല്ലേ. അപ്പോൾ അതും വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ഹാർഡ്ലി 1 glass ഓഫ് വാട്ടർ, അത് തന്നെ കഷ്ടിച്ചാണ് കുടിക്കുന്നത് എന്ന് പറയാം. എല്ലാ ദിവസവും കുടിക്കുന്നുണ്ട്, പക്ഷെ കഷ്ടിച്ച് ഇത്ര കുടിക്കുന്നു അല്ലേ. അങ്ങനെയുള്ള ആൻസറും നമുക്കവിടെ പറയാൻ കഴിയും. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതൊക്കെ ഏകദേശം തേർഡ് പാർട്ടിലും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്നാൽ ഫസ്റ്റ് പാർട്ടിലും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഡു യു തിങ്ക് ഓൾഡ് പീപ്പിൾ നീഡ് മോർ സ്ലീപ്പ് ദാൻ യങ് പീപ്പിൾ? അപ്പോൾ ഓൾഡ് പീപ്പിളിന് അല്ലേ കൂടുതൽ സ്ലീപ്പ് വേണമോ യങ് പീപ്പിളിനെക്കാളും? അപ്പോൾ അവിടെ നമുക്ക് എന്തായാലും പറയാൻ കഴിയും യങ് പീപ്പിൾ ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ. അവർക്ക് ആ ഒരു ഫുഡിൽ നിന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള എനർജി കിട്ടും. സോ അവർ എപ്പോഴും എനർജറ്റിക് ആയിട്ട് തന്നെ ഇരിക്കും. എന്നാൽ ഓൾഡർ പീപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബോഡി എന്ന് പറയുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് ആക്റ്റീവ് ആയിരിക്കത്തില്ല, എപ്പോഴും ഇങ്ങനെ ഉണർന്നിരിക്കാനായിട്ടൊക്കെ അല്ലേ. സോ അവർക്ക് ഉറക്കം കുറച്ചും കൂടെ ആവശ്യമാണെന്ന് പറയാം. സോ നമുക്ക് പറയാം ദ എമൗണ്ട് ഓഫ് സ്ലീപ്പ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ, അല്ലെങ്കിൽ വേരി ഫ്രം ഏജ് ടു ഏജ്, അല്ലെങ്കിൽ വേരി ആസ് ദ ഏജ് അഡ്വാൻസസ്. ഓക്കെ, kids need more sleep than adults, and also older adults need about the same amount of sleep as younger adults. Okay, unfortunately many older adults often get less sleep than they need, so it will lead them to various health problems എന്ന് പറയാം. അതായത് നമ്മളവിടെ സ്ലീപ്പ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു പേഴ്സൺ അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ഏജ് ചേഞ്ച് ആകുന്നുണ്ട് അല്ലേ. കിഡ്സിനാണ് ഏറ്റവും കൂടുതൽ സ്ലീപ്പ് വേണ്ടത്, പിന്നെ ഓൾഡർ അഡൽട്ട്സ് ആണ്. ഓക്കെ, അത് കണ്ട് യങ് പീപ്പിൾ, അപ്പോൾ അവിടെ ആ ഒരു ഡ്യൂറേഷൻ പറയാം. യങ് പീപ്പിൾ ക്യാൻ സ്ലീപ്പ് ഫോർ 6 hours എന്നും പറയാം. അവർക്ക് 6 hours വരെ അല്ലേ മിനിമം, ദേ ഷുഡ് സ്ലീപ്പ് എ മിനിമം ഓഫ് 6 hours ഡെയിലി ഇൻ ഓർഡർ ടു ബി ആക്റ്റീവ് ത്രൂ ഔട്ട് ദ ഡേ എന്ന് പറയാം. ബട്ട് ഓൾഡർ അഡൽട്ട്സ് നീഡ് സ്ലീപ്പ് more than young people because they are not physically active in order to provide the energy for the whole day. മൊത്തത്തിലുള്ള ആ ഒരു ദിവസം എനർജി പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള അത്രയും ഫിസിക്കലി ഫിറ്റ് അല്ല അവർ, കുറച്ച് നേരം മാത്രം ഉറങ്ങിയിട്ട് ആക്റ്റീവായിട്ടിരിക്കുകയാണ് അല്ലേ. അങ്ങനെയുള്ള ആൻസേഴ്സാണ് നമ്മളവിടെ പറയേണ്ടത്. ഓക്കെ, ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഡു യു യൂഷ്വലി വാച്ച് ഫിലിംസ് എലോൺ ഓർ വിത്ത് അതർ? ഇത് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമ്മൾ ഒറ്റയ്ക്കാണോ സിനിമ കാണുന്നത് അതോ ഗ്രൂപ്പായിട്ടിരുന്നാണോ സിനിമ കാണുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ ഒറ്റയ്ക്ക് പോകാറില്ല എന്ന് പറയാം ബിക്കോസ് ഓഫ് സേഫ്റ്റി റീസൺസ്. ഇപ്പോൾ ലേഡീസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറയാം, ഞാൻ ഒറ്റയ്ക്ക് പോകാറില്ല കാരണം കുറേ സേഫ്റ്റി റീസൺസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോകാറില്ല. അപ്പോൾ ഡു യു പ്രിഫർ എന്നല്ല ചോദിക്കുന്നത്, ഒറ്റയ്ക്ക് കാണാനാണോ ഇഷ്ടം എന്നല്ല, ഒറ്റയ്ക്കാണോ പോകുന്നത്. സോ മിക്കവാറും ആരും ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോകാറില്ല അല്ലേ.
ഒരു 100 ആൾക്കാരെ എടുത്താൽ 1-2 ആൾക്കാർ മാത്രമാണ് ഒറ്റയ്ക്ക് പോകുന്നത്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം പറയാം, നമ്മളൊരു മൂവി കാണാൻ പോകുമ്പോൾ നമ്മളെ സറൗണ്ടിങ്ങിൽ ഇരിക്കുന്ന ആൾക്കാർ നമ്മളെ എഫക്റ്റ് ചെയ്യത്തില്ല അല്ലേ. നമ്മൾ മൂവിയിൽ മാത്രമാണ് എന്താണ് നമ്മളുടെ മൊത്തത്തിലുള്ള ആ ഒരു ഇൻട്രസ്റ്റും അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒബ്സർവേഷൻ എല്ലാം നമ്മുടെ ആ ഒരു സ്ക്രീനിലേക്കാണ് പോകുന്നത്. അപ്പോൾ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിലും ആരെങ്കിലും ഇല്ലെങ്കിലും നമ്മളത് ബാധിക്കുന്നില്ല. ഓക്കെ, സോ ഇവിടെ അങ്ങനെ ചോദിച്ചിട്ടില്ല നമ്മൾ ഒറ്റയ്ക്ക് പോകാനാണോ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചിട്ടില്ല. എന്താണ്, ഒറ്റയ്ക്കാണോ അതോ അല്ലാതെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെയാണോ പോകുന്നതെന്നാണ് ചോദിക്കുന്നത്. സോ ഐ യൂഷ്വലി വാച്ച് ഫിലിംസ് വിത്ത് മൈ ഫാമിലി ഓർ വിത്ത് മൈ ഫ്രണ്ട്സ് ബിക്കോസ് I cannot go to the theaters അല്ലെങ്കിൽ I cannot go to watch films alone due to safety measures എന്ന് പറയാം. So I always go with my friends or my family member or with my family member. ഇത്രയും പറഞ്ഞാൽ മതി. നിങ്ങൾ പിന്നെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കണ്ട. ഇനി ഡു യു പ്രിഫർ വാച്ച് ഫിലിംസ് എലോൺ ഓർ വിത്ത് അതേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it doesn't matter whether I am going with my friends or with my family or alone, because the people who are sitting together അല്ലെങ്കിൽ who are sitting next to me will not affect my മൂവി അല്ലേ. while watching the മൂവി എന്ന് നമുക്കവിടെ പറയാം. അവിടെ അടുത്തിരിക്കുന്ന ആരും എന്നെ എഫക്റ്റ് ചെയ്യാറില്ല. ഞാൻ മൂവി കാണാൻ പോയി കഴിഞ്ഞാൽ മൂവി കണ്ടു കഴിയുന്നത് വരെ ഞാൻ മൂവിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലേ. ഐ കോൺസെൻട്രേറ്റ് ഓൺ വാച്ചിങ് മൂവീസ് റാദർ ദാൻ സ്പെൻഡിങ് ഓർ സ്പീക്കിംഗ് ടൈം വിത്ത് പേഴ്സൺസ് ഹു സിറ്റ് നെക്സ്റ്റ് ടു മീ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു ആൻസർ നമുക്കവിടെ പറയാം. ലൈക്ക് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പ്രിഫർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാൻ കഴിയുന്നത്, മൂവീസിൽ പോകുന്ന കാര്യം പറഞ്ഞു അല്ലേ. സോ ഹൗ ഓഫൺ ഡു യു ഗോ ടു സിനിമ എന്ന് നമുക്ക് ചോദിക്കാം അല്ലേ. ഹൗ ഓഫൺ ഡു യു ഗോ ടു സീ സിനിമ അല്ലെങ്കിൽ വാച്ച് സിനിമ അല്ലെങ്കിൽ വാച്ച് എ മൂവി എന്ന് ചോദിക്കാം. അപ്പോൾ അവിടെ നോട്ട് ടു ഓഫൺ എന്ന് പറയാം. എപ്പോഴും എന്തായാലും എല്ലാവരും പോകാറില്ലല്ലോ, അത് ചില ആൾക്കാർ മാത്രമാണ്. നോട്ട് ടു ഓഫൺ ആക്ച്വലി most of the time I usually opt to watch movie at my home because there are several apps available which can download latest movies for me. Actually I am into a Telegram group which always post new releases എന്ന് പറയാം. സോ അങ്ങനെ പറയാം. സോ എപ്പോഴും പോകാറില്ല, നോട്ട് ടു ഓഫൺ ആക്ച്വലി എന്നുള്ള ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹൗ ഓഫൺ ടു വാച്ച് എ മൂവി എന്ന് ചോദിക്കുന്ന പോലെ ഹൗ ഓഫൺ യു വാച്ച് ഫിലിംസ് എന്ന് പറയുമ്പോൾ ന്യൂ ഫിലിംസ് എന്നല്ല, ഓൾഡ് ഫിലിംസ് എല്ലാം അവിടെ വരാം അല്ലേ. സോ ഹൗ ഓഫൺ ഡു യു വാച്ച് ഫിലിംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോട്ട് ടു ഓഫൺ എന്ന് പറയാം, ബിക്കോസ് ഓഫ് മൈ ഹെക്ടിക് വർക്ക് ഷെഡ്യൂൾ എന്ന് പറയാം. ബട്ട് ഐ ലവ് ടു വാച്ച് ഫിലിംസ് വെൻ ഐ ഗെറ്റ് എ ഹോളിഡേ അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഐ എവറി ഡേ ഐ യൂസ് ടു വാച്ച് ഫിലിംസ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ പാർട്ട് 1 കുറേ ക്വസ്റ്റ്യൻസ് നോക്കി അല്ലേ. ഏകദേശം ഒത്തിരി ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട്. ഇനി പാർട്ട് 2 കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയതിന് ശേഷം നമുക്ക് പാർട്ട് 3 കൂടെ ഒന്ന് പോവാം അല്ലേ. ഓക്കെ, സോ അടുത്ത ക്യൂ കാർഡാണ്. 1-2 ക്യൂ കാർഡ് നമുക്കിന്ന് നോക്കാം. ക്യൂ കാർഡ് എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, സോ ഇതാണ് ക്വസ്റ്റ്യൻ. ആദ്യം ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കുക, അതിൻ്റെ മീനിങ് ഒന്ന് നോക്കുക.
മനസ്സിലായി കാണുമല്ലോ. ക്വസ്റ്റ്യൻ എല്ലാവരും വായിച്ചിട്ടുണ്ട്, എല്ലാവർക്കും മനസ്സിലായി കാണും. എല്ലാവരും സഫർ ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലവും ആയിരിക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരുപാട് അല്ലെ, വലിയൊരു ക്യൂവിൽ വെയിറ്റ് ചെയ്തിട്ടുള്ളത്, ലോങ് ക്യൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വലിയൊരു ക്യൂ. അപ്പോൾ യൂഷ്വലി നമ്മൾ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കാറുണ്ട് അല്ലേ. ഇനി ബസ് ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ ഇന്ത്യയിലല്ലേ. നമ്മൾ കേരളത്തിലൊന്നും ആവശ്യം വരുന്നില്ല, ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കുന്നതുകൊണ്ട്. പിന്നെ ഷോപ്പിംഗ് മോളിൻ്റെ കാര്യം വേണമെങ്കിൽ നമുക്കവിടെ പറയാൻ കഴിയും അല്ലേ. ഷോപ്പിംഗ് മോളിൽ ക്യൂ നിന്ന കാര്യം നമുക്ക് വേണമെങ്കിൽ അവിടെ പറയാം. അപ്പോൾ ഓരോ കേസസും നമ്മൾ ആദ്യം ആലോചിച്ച് നോക്കുക, ഏതൊക്കെ കേസസിലാണ് നമ്മൾ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ക്യൂ നിന്നിട്ടുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ കാണുക. എന്നിട്ട് അതിൽ നമുക്ക് പറയാനായിട്ട് അത്യാവശ്യം എക്സാജറേറ്റ് ചെയ്തൊക്കെ ഒന്ന് പറയാൻ പറ്റുന്ന ആ ഒരു കേസ് പറയാം. പല പല ആൻസേഴ്സും മനസ്സിൽ ആലോചിച്ച് നോക്കുക. എന്നിട്ട് അതിൽ ഏറ്റവും ക്യൂ നിന്നത് എവിടെയാണെന്നുള്ളത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യന് നമ്മൾ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ ഈ ഒരു ക്യൂ നിൽക്കുക എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും എയർപോർട്ടിലാണെങ്കിലും ഒരുപാട് സ്ഥലത്തല്ലേ, ഷോപ്പിംഗ് മോളിൽ, ഗ്രോസറീസ്, ഇവിടെയൊക്കെ ഒരുപാട് പ്ലേസസിൽ നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നത് നിങ്ങൾക്ക് പറയാൻ കഴിയും കോവിഡ് സിറ്റുവേഷനിൽ അല്ലേ. കോവിഡ് സിറ്റുവേഷനിൽ മൊത്തത്തിൽ ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ദിവസം മാത്രമേ ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ കഴിയത്തുള്ളൂ അല്ലേ. അപ്പോൾ ഗ്രോസറി സ്റ്റോറിലൊക്കെ നമ്മൾ ഒരുപാട് ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്, യൂഷ്വലി നമ്മൾ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ. ആ ഒരു കേസ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാൻ കഴിയും. അപ്പോൾ അതെങ്ങനെയാണ് പറയുന്നതെന്ന് ആദ്യം നോക്കാം. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ക്യൂ നിന്ന കാര്യം അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പറയണം അല്ലേ. സോ ഇവിടെ വെൻ ആൻഡ് വെയർ ഇറ്റ് ഹാപ്പൻഡ് എന്നുള്ളതാണ് ആദ്യത്തെ. സോ ആദ്യം നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ, വെൽ നോബഡി ലൈക്സ് ടു സ്റ്റാൻഡ് ആൻഡ് വെയിറ്റ് ഇൻ ക്യൂസ് ബട്ട് സ്റ്റിൽ ദർ ആർ ഓൾവേസ് ലോങ് ക്യൂസ് അറ്റ് railway station, airports and other places. Let me share my experience of being in a queue to buy groceries. ഗ്രോസറിയിൽ ക്യൂ നിന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ വെൻ വാസ് ഇറ്റ്? ഇറ്റ് ഹാപ്പൻഡ് ഡ്യൂറിങ് ദ ലോക്ക്ഡൗൺ. As you know, COVID-19, due to that, there was a complete lockdown all over and only the essential services were available for limited hours during a day. So when was it? കോവിഡിൻ്റെ അല്ലേ. വാട്ട് വാസ് ഇറ്റ്? ഗ്രോസറി സ്റ്റോർ. അതവിടെ മെൻഷൻ ചെയ്തു. ഇനി അടുത്തത്, വൈ യു ഹാഡ് ടു വെയിറ്റ് ഇൻ എ ലോങ് ക്യൂ. അപ്പം അതിൻ്റെ ആൻസറും പറഞ്ഞു അല്ലേ. കോവിഡിൻ്റെ കാര്യം പറഞ്ഞു. കോവിഡ് ആയതുകൊണ്ട് എല്ലാ സ്റ്റോറുകളും എന്നും തുറക്കത്തില്ല അല്ലേ. ഹൗ ലോങ് യു ഹാഡ് ടു വെയിറ്റ്, എത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. സോ അത് നോക്കാം. As a result, there used to be long queues of buyers at grocery stores. One day, I had to stand in this queue, and I can never forget this terrible experience. Negative ആണല്ലേ, നെഗറ്റീവ് കാര്യമാണ് നമ്മൾ പറയേണ്ടത്. This queue was more than 100 meters long, as we have to maintain social distancing. Every person in the queue was standing while maintaining a social distance of 6 feet. Usually, people start to interact with others in queues to spend time, but here it was not possible due to the gap. Unfortunately, it was a hot summer day and it was really uncomfortable to bear the heat standing in the queue. 1 hour passed and still there was many ahead of me. I was trying to spend my time playing games on my mobile, but soon my mobile battery got flat. ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. ഒന്നാമത് ചൂടാണല്ലേ, കോവിഡ് സീസണിൽ അങ്ങനെ മഴയൊന്നും പെയ്തിട്ടില്ലല്ലോ ആ ഒരു സിറ്റുവേഷൻ. മാർച്ച് ആ ഒരു ടൈമിലാണല്ലോ അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ സമ്മറാണ്, അപ്പോൾ അത്രയും ചൂടുണ്ട്. അപ്പോൾ ക്യൂവിൽ നിന്ന് ചൂടാണ് അല്ലേ, ഫെയിൻറ്റിങ് ആവാൻ, തലകറങ്ങാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടെന്ന് വേണമെങ്കിൽ അവിടെ പറയാം. പിന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കത്തില്ല അല്ലേ. നമ്മളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരാളാണെങ്കിലും മൈൻഡ് ചെയ്യത്തില്ല, കാരണം പകരുമെന്ന് പേടിച്ചിട്ട്. അപ്പോൾ അങ്ങനെ സംസാരിച്ച്
നമ്മൾ സാധാരണ ആൾക്കാരുടെ കുറ്റമൊക്കെ പറയുകയാണെങ്കിൽ നമ്മളുടെ ടൈം വേഗം പോകും അല്ലേ. ഈ ഒരു കേസിൽ അങ്ങനെയും പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും എൻ്റെ മുന്നിൽ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ മൊബൈലിൽ ഗെയിം കളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കളിച്ചപ്പോഴത്തേക്ക് എൻ്റെ ബാറ്ററിയും തീർന്നു. സോ ഇറ്റ് വാസ് എ ഹോറിബിൾ സിറ്റുവേഷൻ അല്ലേ, അല്ലെങ്കിൽ ടെറിബിൾ സിറ്റുവേഷൻ നമുക്ക് പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ യു ഫെൽറ്റ് അബൌട്ട് ഇറ്റ്. അത് പറയേണ്ട കാര്യമില്ലല്ലോ. ഐ ഫെൽറ്റ് റിയലി ബോയിൽഡ് ബട്ട് ഐ കുഡ് നോട്ട് ലീവ് ദ ക്യൂ. Finally, after 2 hours, I reached the counter and purchased the essentials. I was lucky because I was the last person to be served, and those who were behind me has to come again the next day. ഒരു പെർട്ടിക്കുലർ ടൈം ഉണ്ടല്ലേ, ടൈം കഴിയുമ്പോൾ ഷോപ്പ് അടയ്ക്കും. അപ്പോൾ എനിക്ക് ഭാഗ്യം ഉണ്ടായിരുന്നു, ഞാനായിരുന്നു ഏറ്റവും ലാസ്റ്റ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അടച്ചു. ബാക്കിയുള്ളവർ പിറ്റേന്ന് വരണമായിരുന്നു. സോ എനിക്ക് അങ്ങനെ പിറ്റേന്ന് വരേണ്ടി വന്നില്ല. ഓവറോൾ ഇറ്റ് വാസ് എ ടൈം വെൻ ഐ ഹാഡ് ടു സ്റ്റാൻഡ് ഇൻ എ ലോങ് ക്യൂ. ആ ഒരു സിറ്റുവേഷനിലാണ് ഒരുപാട് ക്യൂവിന് നിൽക്കേണ്ടി വന്നത്. പിന്നെ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ കേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു അടുത്തൊരു 2 വർഷത്തെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ അക്ഷയ സെൻറ്ററിലൊക്കെ പോയി ക്യൂ നിന്ന കാര്യം നമുക്ക് പറയാൻ കഴിയും അല്ലേ. ഓക്കെ, ഇനി നമുക്കൊരു റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യം കൂടെ പറയാം. സോ അവിടെ ഇതുപോലെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുക. എവരി വൺ ഡസ് നോട്ട് ലൈക്ക് ടു ബി ഇൻ എ ലോങ് ക്യൂ ബിക്കോസ് ഇറ്റ് ഫ്രസ്ട്രേറ്റ്സ് പീപ്പിൾ ആൻഡ് ടേക്ക് അവേ ദി പ്രൊഡക്ടിവിറ്റി. എനർജി മൊത്തം പോകും അല്ലേ ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ. I wouldn't say I want to wait for a long time for a person or thing. Today I will talk about a time when I had to stay in a long line for a train ticket. So train ticket ൻ്റെ കാര്യമാണ്. When was it? What was it about? It happened. അപ്പോൾ when എന്ന് പറയുമ്പോൾ it happened about 2 years ago during summer vacations. My family made a plan to go to XYZ, ഒരു particular place പറയാം. We all were very excited and also packed the necessary things. I went to the railway station to book the tickets because the online service was not working. ഓൺലൈൻ ആണ് യൂഷ്വലി ബുക്ക് ചെയ്യുന്നത് അല്ലേ, അന്ന് ഓൺലൈൻ വർക്ക് ആകുന്നില്ലായിരുന്നു. When I reached the station, I saw 30 people already standing in the queue and I was on 31 position. The ticket officer was working very slowly and took 10 to 15 minutes for each ticket. അപ്പോൾ എല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ളതാണല്ലേ. ചിലപ്പോൾ നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും, പെട്ടെന്നൊന്ന് എടുക്കാമോ, എഴുതുന്ന കണക്ക് ഇങ്ങനെയാണോ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. I stood for approximately more than 2 hours because the officer took 20 minutes extra to drink the tea. I felt despondent, hungry and tired. I thought management at the railway station was quite poor because they had only one ticket counter. If they made 2 ticket counter, they could easily manage the crowd and save people's precious time. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മിക്കവാറും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മൺഡേയ്സിലും ഒക്കെ, മൺഡേയിൽ പ്രത്യേകിച്ച് വലിയ ക്യൂ ആയിരിക്കും അല്ലേ. സാറ്റർഡേയിലേക്ക് ഒരുപാട് ക്യൂ ആണ്. അത് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഈ നമുക്ക് വേണമെങ്കിൽ ഈ ബാങ്കിൽ നമ്മൾ പോയി നിൽക്കുന്ന ക്യൂവിനെ കുറിച്ചും പറയാം അല്ലേ. എസ്പെഷ്യലി മൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ ഒക്കെ ബാങ്കിൽ പോയിട്ട് ക്യൂ നിൽക്കുന്നതിനെ കുറിച്ച് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഡിമോണിറ്റൈസേഷൻ, അതായത് 2000 രൂപയുടെ നോട്ട് നിരോധിച്ചു, അല്ലെങ്കിൽ 2000 രൂപയുടെ ഇപ്പം നിരോധിച്ചെന്ന് പറയുന്നുണ്ട് അല്ലേ. 500ൻ്റെയും 1000ൻ്റെയൊക്കെ നോട്ട് നിരോധിച്ചല്ലോ. സോ ആ ഒരു കേസിൽ എല്ലാവരും ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ATM-ലൊക്കെ പോയി നിങ്ങൾ പൈസ എടുക്കാനൊക്കെ ക്യൂ നിന്നൊക്കെ എല്ലാവർക്കും ഓർമ്മ കാണുമല്ലോ. സോ ആ ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് പറയാം. ലോങ് ക്യൂവിൻ്റെ ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ പറയാൻ കഴിയും കേട്ടോ. ഇനി ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള പാർട്ട് 3 ക്വസ്റ്റ്യൻസും കൂടെ ഞാനൊന്ന് പറയാം. അത് ഇതിൽ കാണിച്ചിട്ടില്ല. ഇത് റിലേറ്റ് ചെയ്തിട്ട് എന്തെല്ലാം വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. സോ ഓക്കെ, ഇതിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഡു പീപ്പിൾ ലൈക്ക് ടു ഡു വൈൽ വെയിറ്റിംഗ് ഇൻ ലൈൻ? ലൈനിൽ വെയിറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം ചെയ്യും? അപ്പോൾ മെയിനായിട്ടും ചെയ്യുന്നത് എന്താണ്? ഒന്നെങ്കിൽ പാട്ട് കേൾക്കും, അല്ലെങ്കിൽ ഗെയിം കളിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് കാണും അല്ലേ. ചിലരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് കുറ്റമൊക്കെ പറഞ്ഞിരിക്കും. So there are, according to me, there are many things that people do while waiting in a line. Some people listen to music, some people play mobile games, and some people just like to talk to others. അപ്പോൾ എന്ത് ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ തേർഡ് പാർട്ട് പറയുമ്പോൾ, എസ്പെഷ്യലി തേർഡ് പാർട്ട് പറയുമ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് പറയണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ചിലരിങ്ങനെ ചെയ്യും, ചിലരങ്ങനെ ചെയ്യും. അങ്ങനെ ഒരു 3-4 പാർട്ടായിട്ട് അവിടെ ആൻസർ സ്പ്ലിറ്റ് ചെയ്ത് പറയുക. ഓക്കെ, സോ ഇതാണ് ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു തേർഡ് പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്.
അപ്പോൾ ക്യൂ കാർഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രിപ്പറേഷൻ ടൈമിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് മാത്രം ചൂസ് ചെയ്യാതെ ഒന്നിൽ കൂടുതൽ ടോപ്പിക് ചൂസ് ചെയ്യുക. അതിനെക്കുറിച്ച് ഏത് സംസാരിക്കണം എന്നുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്യൂ കാർഡിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കുകയാണ്. ഓക്കെ, ഡിസ്ക്രൈബ് എ ഫിലിം ഓർ എ ടി വി ഷോ ദാറ്റ് മെയ്ഡ് യു ലവ്. അല്ലേ, ചിരിപ്പിച്ച ഒരു ടി വി ഷോ അല്ലെങ്കിൽ ഫിലിമിനെ കുറിച്ച് പറയാം. സോ നമ്മൾ കൂടുതലും പണ്ടൊക്കെയാണ് ഫിലിം കണ്ടിട്ടൊക്കെ ചിരിക്കുന്നത് അല്ലേ. ഇപ്പം നമുക്ക് ഒരുപാട് കോമഡി ഷോസ് ഒക്കെ ഉണ്ട്. നമ്മൾ മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും തമിഴിലാണെങ്കിലും ഒക്കെ നമുക്ക് ഒരുപാട് ചിരിപ്പിക്കാൻ കഴിയുന്ന കോമഡി ഷോസ് ഉണ്ട്. അപ്പോൾ ഫിലിം തന്നെ നമുക്ക് പറയണമെന്നില്ല, ഏതെങ്കിലും കോമഡി ഷോ ആയാലും മതി അല്ലേ. ഓക്കെ, സോ ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങളോട് ബുള്ളറ്റ് പോയിന്റ് പറയുന്നുണ്ട്. വാട്ട്, വെൻ, ഹൂ, വാട്ട്, ഇതൊക്കെ തന്നെയാണ് അല്ലേ. വാട്ട് വാസ് ദ ഫിലിം, ഏതാണ്, എന്നാണ് കണ്ടത്, ആരുടെ കൂടെ കണ്ടു, അതിൽ കോമഡി എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഫണ്ണി ആയിട്ടുള്ള കാര്യം എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയേണ്ടത്. സോ അപ്പോൾ നമുക്കവിടെ ഇൻട്രൊഡക്ഷൻ പറയാൻ കഴിയുന്നത് അല്ലേ. ഒരുപാട് ഇപ്പോൾ അവൈലബിൾ ആണ്, ചിരിപ്പിക്കുന്ന ഒരുപാട് മൂവീസ് അവൈലബിൾ ആണ് അല്ലേ. എനിക്കിതുപോലെ വളരെ ഇഷ്ടമാണ് ഇങ്ങനെ കോമഡി മൂവീസൊക്കെ കാണുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് അല്ലേ, വാട്ട് ഈസ് ദ പെർട്ടിക്കുലർ ഫിലിം ഓർ ടി വി ഷോ. അപ്പോൾ അത് ഒരുപാട് മൂവീസ് ഉണ്ട്. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ഒരു മൂവി പറയുക, ഇനി അതെന്നാണ് കണ്ടത്. ഇപ്പോൾ നമ്മൾ ചൈൽഡ്ഹുഡിൽ കണ്ടു എന്ന് പറയാം, അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി കണ്ടത് പറയാം അല്ലേ. ഇനി ഹൂ ഡിഡ് യു വാച്ച് വിത്ത്. സോ നമ്മൾ പറയുന്നതിനനുസരിച്ചിരിക്കും. ചൈൽഡ്ഹുഡ് ആണെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയാൻ കഴിയും അല്ലേ. ഇപ്പോഴത്തെ ഒരു ടൈം പീരീഡ് ആണെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് കണ്ടെന്ന് പറയാം. ഇനി വൈ ഡിഡ് ഇറ്റ് മേക്ക് യു ലാഫ് അല്ലേ, ചിരിക്കാനായിട്ട്. അപ്പോൾ അതിൽ ഒരുപാട് ഫണ്ണി ആയിട്ടുള്ള തിങ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാം. സോ ഇതിൽ നമുക്ക് പറയാൻ കഴിയുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള വൊക്കാബുലറിയും നോക്കാം. ഓക്കെ, സോ ഇൻട്രൊഡക്ഷൻ പറയാൻ കഴിയുന്നത് പല മൂവീസും അല്ലെ, മൂവിയാണ് പറയുന്നതെങ്കിൽ ചിരിപ്പിക്കുന്ന ആണ് അല്ലേ. എനിക്കതുകൊണ്ട് തന്നെ അത് വളരെ ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് മൂവീസ് അല്ലേ. ഒരുപാട് മൂവീസ് എന്നെ ചിരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ഇതാണ്. അങ്ങനെയാണ് അവിടെ പറയേണ്ടത്. സോ മെനി മൂവീസ് entertain and make us laugh whenever we see them. I'm very fond of seeing comedy movies in my life. Until now, I have seen many of them. Many movies made me laugh, but today I would like to tell you about a film which I have seen many times, which is 𝐶𝐸 starring Dilip, Harishree Ashokan and Jagadish Srikumar. Okay, I first watched it on TV when I was 15 years old. While I was having dinner, I watched, and after seeing this movie, I couldn't control my laugh. Eventually caused me a stomach ache. ചിരിച്ച് വയറ് വേദനിച്ചു അല്ലേ. അപ്പോൾ who did you watch? The first time I watched it with my family members as I was having dinner at that time, and the scene where all the three main characters were arguing with each other. My whole family laughed at that scene. After that, I watched this movie many times, and I enjoyed it as it has a great content and a good sense of humor. Why did it make you laugh? Basically, in this movie, several scenes made us laugh. From Dilip's dialogues to Harishree Ashokan's funny arguments, each scene was well scripted with everyone he meets. In the climax, where all the characters go into a chaos, it was hilarious to watch. In the end, I have recommended many of my friends to watch this movie, and I think this movie is one of the best comedy movies made in India. Made in Kerala. So 𝐶𝐸 മൂസ, പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ 𝐶𝐸 മൂസ വരും, അല്ലെങ്കിൽ ജഗദീഷ് ശ്രീകുമാർ, അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഫിലിംസ് ഉണ്ട് അല്ലേ. ഇതൊക്കെ പിന്നെ കലാഭവൻ മണി, എന്നാലും ജഗദീഷ് ശ്രീകുമാറിനെ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാൻ കഴിയുന്നത് അല്ലേ.
ഓക്കെ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. സോ മൂവീസ്, അപ്പോൾ അതിൽ വരുന്ന വൊക്കാബുലറീസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് എന്താണ്? ഐ ആം വെരി ഫോണ്ട് എന്ന് വെച്ചാൽ ഇഷ്ടമാണ് എന്നുള്ള മീനിങ് ആണ് അല്ലേ. പിന്നെ പറയാൻ കഴിയുന്നത് ഹിലേറിയസ് എന്ന് പറഞ്ഞു അല്ലേ. ഹിലേറിയസ് എന്ന് പറയുന്നത് ഒരു വൊക്കാബുലറി ആണ്. അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ നിലനിൽക്കുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. എപ്പോഴും നിലനിൽക്കുക, പെർമനൻറ്റ്. പിന്നെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് അവസാനം അല്ലേ, അതും അതിൻ്റെ ഒരു വൊക്കാബുലറി ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. പിന്നെ സെൻസ് ഓഫ് ഹ്യൂമർ, ചിരിപ്പിക്കുന്ന രീതിയിലുള്ള കോണ്ടന്റ് അതിലുണ്ട്. പിന്നെ കെയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ആണ്, അപ്പോൾ അതിനെയാണ് കെയോസ് എന്ന് പറയുന്നത്. പിന്നെ വെൽ സ്ക്രിപ്റ്റഡ്, വളരെ നല്ല രീതിയിലുള്ള സ്ക്രിപ്റ്റാണ് അല്ലേ, അതിൽ ഡയലോഗ്സ് ഒക്കെ വളരെ നല്ലതാണ്. അത് ആ ഒരു സീക്വൻസ് കാണിക്കുന്നതും എല്ലാം വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ്, അങ്ങനെ നമുക്ക് പറയാൻ കഴിയും അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ കോമഡി ലോഫിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയുന്നത്. ഇനി ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള പാർട്ട് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് ഈസ് ദ റീസൺ ഫോർ പീപ്പിൾ ലോഫിങ്? ചിരിക്കാനായിട്ടുള്ള റീസൺ എന്താണ്? അപ്പോൾ പലർക്കും പല രീതിയിലാണ് അല്ലേ. നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പേഴ്സൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം പലർക്കും പല രീതിയിലാണ്. ഓക്കെ, ചിലർ ചില കേസസിൽ ചിരിക്കുക അല്ലേ, ചിലർ ചിരിക്കത്തില്ല, ആ ഒരു കേസിൽ ചിരിക്കത്തില്ല. സോ അവർക്ക് എന്താണ് ഫണ്ണി ആയിട്ട് തോന്നുന്നത് ആ ഒരു ടൈമിലാണ് അവർ ചിരിക്കുന്നത് അല്ലേ. ഇത്രയും ആൻസറാണ് നമുക്ക് അവിടെ പറയാൻ കഴിയുന്നത്. സോ പീപ്പിൾ ലോഫ് വെൻ ദേ ഫൈൻഡ് സംതിങ് ഫണ്ണി ആൻഡ് ഇറ്റ് കുഡ് ബി ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് പീപ്പിൾ അല്ലേ. ദേ ലോഫ് ടു ഈസ് ഔട്ട് ടെൻഷൻ ആൻഡ് ഫേസ് ദ ഇഷ്യൂ ഇൻ എ ബെറ്റർ വേ. ബട്ട് മോസ്റ്റ് പീപ്പിൾ ലോഫ് വെൻ ദേ തിങ്ക് സംതിങ് ഇസ് ഫണ്ണി. കൂടുതലും ചിരിക്കുന്നത് ഫണ്ണി ആയിട്ട് തോന്നുമ്പോഴാണ്. So what kind of people can make people laugh? അതിന് നല്ലൊരു സ്കില്ല് വേണം അല്ലേ. നമ്മൾ അഭിനയിക്കുന്നത് പോലെയൊന്നുമല്ല, ചിരിപ്പിക്കാനായിട്ട് വളരെ നല്ല സ്കിൽ വേണം. So people having great humor and the skill to mix up with other people easily can make a person laugh. I think it's a great thing. So a person can make other people laugh. This skill is blessed and not owned by most people. എല്ലാവർക്കുള്ള കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങളിപ്പോൾ പറയുമ്പോൾ ചെറിയ രീതിയിൽ ആൾക്കാർ ചിരിക്കുമെങ്കിലും നമ്മളതിന് ചളി എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ അതല്ല ആക്ച്വലി കോമഡി എന്ന് പറയുന്നത്. ഇനി വൈ ഡു ചിൽഡ്രൻ ലവ് സോ മച്ച്? കുട്ടികൾ എന്താണ് കൂടുതൽ ചിരിക്കുന്നത്? അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ്? കുട്ടികൾക്ക് അങ്ങനെ പേടിയോ ഒന്നുമില്ല ചിരിക്കാനായിട്ട് അല്ലേ. അവർക്ക് അവരുടെ റിയാക്ഷൻസ് ഒക്കെ അവർ ക്ലിയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. അവർക്ക് മറ്റൊന്നിനെയും ചിന്തിക്കാൻ അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല അല്ലേ, പേടിക്കാനൊന്നും അറിയത്തില്ല, അത്രയും മെച്ചേർഡ് അല്ല. സോ ഫണ്ണി ഏതാണ്, ഫണ്ണി അല്ലാത്തത് ഏതാണ്, ഇതൊന്നും കുട്ടികൾക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് കുട്ടികൾ എപ്പോഴും ചിരിക്കുന്നത്. So all the children love so much whenever they hear jokes and see some comedy scenes in the movie. Another fact is that children have no fear about the world and how people will react whenever they laugh at something. Also, all the children are not mature enough to identify what's funny and what's not. അത് തിരിച്ചറിയാൻ കഴിയത്തില്ല. ഇനി ഡു പീപ്പിൾ ലൈക്ക് കോമഡി? ഓഫ് കോഴ്സ് അതിൻ്റെ ആൻസർ എന്തായിരിക്കും? യെസ് ആയിരിക്കും അല്ലേ. കോമഡി എന്ന് പറയുമ്പോൾ നമുക്ക് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ കഴിയും, ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയും അല്ലേ. ഇത് വേറെ ഒരു ഇമോഷൻസിനും അല്ലേ വേറൊരു കാര്യത്തിനും നമുക്ക് തരാൻ കഴിയത്തില്ല ഇത്രയും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് കോമഡി ഇഷ്ടമല്ല എന്ന് പറയാൻ കഴിയത്തില്ല അല്ലേ. അപ്പോൾ നമുക്കിവിടെ പറയാൻ കഴിയുന്ന ആൻസർ ഐ തിങ്ക് പീപ്പിൾ ഡു ലൈക്ക് കോമഡി. കോമഡി റിമൂവ് സ്ട്രെസ് ഫ്രം ദ മൈൻഡ് ഓഫ് എവറി പേഴ്സൺ ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് every person to be happy in life and perform well in life. Also, whenever comedy movies come to theaters, it performs well at the time. This says that all people like to see comedy movies and love to laugh. എല്ലാവർക്കും ഇഷ്ടമാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ആൻസർ പറയേണ്ടത്. അപ്പോൾ കുറേയൊക്കെ നമുക്ക് ആൻസർ പറയാൻ കഴിയല്ലേ, കുറേത്തിൻ്റെയൊക്കെ ആൻസർ നമുക്ക് പെട്ടെന്ന് ചോദിക്കുമ്പോൾ പറയാൻ കഴിയും. എന്നാൽ ശരിക്കും ഈ കോമഡി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമുക്ക് ഈസിലി ആൻസർ പറയാൻ കഴിയണമെന്നില്ല കേട്ടോ. സോ അതുകൊണ്ടാണ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഞാൻ അവിടെ ആൻസർ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത ക്ലാസ്സുകളിലായിട്ട് അടുത്ത മെറ്റീരിയലുമായിട്ട് എല്ലാവർക്കും നേരിട്ട് കാണാം, ലൈവ് സെഷനിൽ കാണാം.